ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡോണറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഡോണറ്റിന്റെ റെസിപ്പിയുടെ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. വീഡിയോയിലേക്ക് തന്നെ പോകും. ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ചെറിയൊരു ബൗള്. അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂട് പാൽ ഒഴിക്കണം. ആദ്യമേ ചെറിയ ചൂട്, ഒത്തിരി ചൂടാവല്ല, ചെറു ചൂട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടണം. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്, ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. അതേ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇനി 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കുന്ന കാണിക്കുന്നത്, അതെൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര എണ്ണത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് അറിയാം നേരം. ഇത് 1/2 ടീസ്പൂണിൻ്റെയാണ്. അപ്പം ഇതിന് 3 ടീസ്പൂൺ. അരയുടെയാണ്, അപ്പം 3 പ്രാവശ്യം ഇടണം. 1/2, 1, 2. അപ്പം ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് നേരം ഈസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ മൂടി വെക്കാം. ഈസ്റ്റ് ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ 6 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിൽ. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. 6 ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് മൈദയാണ്. 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇടാവേ. 2 കപ്പ് മൈദ, 1 കപ്പ് കൂടി ഞാൻ ഇട്ടിരുന്നേ. ഇപ്പം 2 കപ്പ് മൈദ ഇട്ടു. അതൊന്ന് കുറച്ചൊന്ന് അരിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരിക്കും. ഇത് കേക്കിൻ്റെ പോലെ 3 പ്രാവശ്യം ഒന്നും എടുക്കണ്ട, നമുക്ക് ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന പഞ്ചസാര ഇടണേ. നമ്മൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചുകൊണ്ട് വന്നത് മിക്സിഡ് ജാറിൽ അതിലേക്ക് ഇടുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ഇടേണ്ടത്. ഉപ്പും ബേക്കിംഗ് സോഡ ഇട്ട് 1/4 ടീസ്പൂൺ വെച്ചിട്ടു. ഇനി നമുക്കിതുപോലെ ജാതിക്കയാണ്, ഇതൊരു നല്ല ഫ്ലേവർ കിട്ടത്തക്ക വിധത്തിലൊരു ജാതിക്കയാണ്. ജാതിക്ക ഇച്ചിരി ഒന്ന് നമുക്കിങ്ങനെ ചിരണ്ടി ഇതിലേക്ക് ഒന്ന് ഇടാവേ. ഇതുകൊണ്ട് ചിരണ്ടി ഇടാം. ശകലം ഒന്ന് ചിരണ്ടി ഇട്ടാൽ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഇങ്ങനെ ശകലം ഒന്ന് ഇടാം. ഇതുപോലെ ചിരണ്ടി ഇടണം. എന്നിട്ട് ഇത്രയും നമുക്കൊന്ന് നല്ലോണം അരിച്ചിട്ട് പഞ്ചസാരയും ബേക്കിംഗ് സോഡയും മൈദയും ജാതിക്കയുടെ ഇതും, ഈ ജാതിക്കയുടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് ഡോണറ്റിന് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം നല്ലോണം അരിച്ചു വെച്ചല്ലോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഇടേണ്ടത്. ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്തെടുത്ത് വെച്ച് ഇടണം കേട്ടോ. ബട്ടർ ഇട്ടിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടു. നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ ബട്ടറും ഈ മൈദ എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് കേട്ടോ. ഈ മൈദയുടെ മിക്സും ബട്ടറും കൂടെ ഞാൻ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, പൊട്ടിപ്പോകും, കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ഉരുട്ടാൻ പറ്റണം, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇത് മാറ്റി വെക്കാവേ. നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കാവേ കേട്ടോ. നല്ല ഇതായിട്ട് പൊങ്ങി വന്നു. ഇനി നമുക്കിതിലേക്ക് 1 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ. ഇതിലേക്ക് തന്നെ ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട വേണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ്. ഇത് നല്ലോണം മുട്ടയും ഈസ്റ്റും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. മുട്ടയും വാനില എസൻസും എല്ലാം കൂടെ ഈസ്റ്റിനകത്ത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈദയുടെ കൂട്ടിൻ്റെ നടുക്കോട്ടൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഈസ്റ്റും മുട്ടയും കൂടെ അടിച്ച് വെച്ചേക്കുന്ന ഇതിലേക്ക് ഒഴിക്കാം. നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാവേ. ഇത് ഇത്രയും പോരാ. നമുക്ക് 2-3 ടേബിൾ സ്പൂണ് പാലും കൂടി എടുക്കണം. ഒത്തിരി നീണ്ടും പോകല്ലേ, ഒത്തിരി മുറുകിയും എടുക്കല്ലേ. നമ്മൾ ഈ പരുവ, അതാണ് പരുവ. കുഴയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അതിൻ്റെ പരുവ അനുസരിച്ച് നമ്മൾ പാൽ ഒഴിക്കണം. ഞാൻ എത്രയാണ് ഒഴിക്കുന്നതെന്ന് അറിയാം ഇതിൻ്റെ അളവിന്. ഇതിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ഒട്ടുന്ന പരുവാണ്. നമ്മൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇതിലേക്ക് സ്വല്പം പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. ഇവിടെ നല്ല വൃത്തിയാക്കിയതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെയാണ്, അതുകൊണ്ട് നല്ല വൃത്തിയാക്കി. അപ്പോൾ സ്വല്പം മൈദയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുന്നതിലാണ് നല്ല സോഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, സ്വല്പം മൈദ ഇട്ടാൽ ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മൾ ആ പാലും കൂടി ഒഴിച്ചോളൂ കേട്ടോ. ഓരോരുത്തരുടെ ആ മുട്ടയുടെ വലിപ്പവും ഇതൊക്കെ അനുസരിച്ച് വേണം പാലിൻ്റെ ഇത് ഒഴിക്കാൻ വേണ്ടി. ആദ്യം 1/4 കപ്പ് പാലെടുത്തു, അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ എടുത്തു.
മാവെല്ലാം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് നമുക്ക് സ്വല്പം ഒരു സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് എന്നിട്ട് നമുക്കിത് 2 മണിക്കൂറാണ് റെസ്റ്റ് വെക്കേണ്ടത്. ഓയിലൂടെ ഒഴിച്ച് നമുക്കൊന്ന് 2 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇത് നല്ലോണം പൊങ്ങി വരും. ഞാൻ ബണ്ണിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതൊക്കെ തന്നെ. ഇത് പിന്നെ ഇച്ചിരിയും കൂടെ സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത്. നമ്മൾ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യും. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം ഡോണറ്റ്. ഇപ്പം 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്തിട്ടുണ്ട്, നല്ല ഡബിൾ ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഇത് പൊങ്ങി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് കുഴയ്ക്കാവേ. സ്വല്പം മൈദ കൂടല്ലേ, ഇച്ചിരി മൈദ ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഇതുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മൈദ കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇത് വെച്ച് നമുക്കൊന്ന് പരത്തി നോക്കാവേ, നല്ലോണം ഉരുട്ടിയിട്ട്. ഇപ്പം ഞാൻ അതൊന്നിച്ചാണ് നമ്മൾ പരത്തുന്നത്. തീരെ കനം കുറയ്ക്കുകയും ചെയ്യല്, ഒത്തിരി കട്ടിയും ആകല് കേട്ടോ. ഇങ്ങനെ പരത്തണം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ഇതായിട്ട് കിട്ടും. നമുക്കിങ്ങനെ ഒന്ന് പരത്തി കാണിക്കുന്നേ പോലെ കണ്ടോ. ഇതേപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പരത്തുമ്പോൾ എല്ലാ വശവും ഒരേ ഇതായിരിക്കണം, കനമായിരിക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് വെച്ചേക്കുന്നത്. നമുക്കിതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഓരോന്നോരോന്ന് എടുക്കാം. ഇപ്പോൾ ആ പാത്രം കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോണറ്റിൻ്റെ അകത്തൊരു കിഴിച്ച പോലെ വരുമല്ലോ, അത് നമുക്ക് ചെറിയ കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഞാൻ പിന്നെ കേക്കിൻ്റെ പൂവൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇതിൻ്റെ തുള ഇതുപോലത്തെ സ്റ്റാറിൻ്റെ ഇത് അതുകൊണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് എടുത്ത് കാണിക്കാവേ നിങ്ങളെ. ഇത് കണ്ടതേ, ഇതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റാം നമുക്ക്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കിത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ടു ഇത് എങ്ങനെ വരും. കണ്ടോ, ഇത് നനഞ്ഞ തുണിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് നല്ലോണം ഇതെടുത്ത് മാറ്റി വെക്കാം, ഡ്രൈ ആകാതിരിക്കാനായിട്ട് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഉടനെ തന്നെ ഇതുപോലെ പരത്തിയെടുക്കാവേ. നല്ലോണം ഇത് ഉരുടയാക്കിയിട്ട് നമുക്ക് മറ്റതുപോലെ തന്നെ പരത്തിയെടുക്കാം. മൊത്തം പരത്തി ഇതിനകത്ത് തുണിയും വിട്ട് മൂടി വെച്ചേക്കുന്നത്. അതേ കണ്ടോ, 20 എണ്ണം ഉണ്ട്, മൊത്തം 20 എണ്ണം ഉണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് പരത്താനും പറ്റിയിട്ടുണ്ട്. അത് കണ്ടോ. അടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ ഈ 2 എണ്ണം 3 എണ്ണം വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ തുണി മൂടിയിടണം, ഡ്രൈ ആയി പോവും. ഓരോന്ന് എടുത്ത് കഴിയുമ്പോഴും ഇടണം. ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഓയിലിനകത്താണ്, സൺഫ്ലവർ ഓയിലിനകത്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിക്കും. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ വെച്ച് 2 എണ്ണം ഇട്ടാൽ മതി, അന്നേരം ഫ്രൈ പെട്ടെന്ന് കിട്ടും. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ഇടാവേ. ഓരോ ഡോണറ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഞാൻ 3 എണ്ണമേ ഇടുന്നുള്ളേ. ഇട്ടിട്ട് നമ്മൾ പിന്നെ അത് മൂടി വെക്കണം കേട്ടോ. തുറന്ന് വെക്കല്ലേ, നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തന്നെ മൂടി വെക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയ്ക്കകത്തിട്ട് വേണ്ടോ, നല്ലോണം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ തിരിച്ചേക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കണേ. തീരെ കുറച്ച് വെക്കണം. മീഡിയത്തിൽ കൊണ്ട് വെച്ചിട്ട്, തീരെ കുറയ്ക്കല്ല, മീഡിയത്തിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി വരുവേ. ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാവേ. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടോ, എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾ തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് ചുമ്മാ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിട്ട് മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തുണ്ടാക്കി. ഇങ്ങനെ ഈ ചോക്ലേറ്റ് മുക്കുണ്ടാകാത്തവരൊക്കെ ഇങ്ങനെ തിന്നച്ചാലും മതി കേട്ടോ. ലാസ്റ്റ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലോട്ട് എല്ലാം നിരത്തി വെച്ച് കാണിക്കാവേ. നല്ല ഗോൾഡൻ നിറത്തിൽ എല്ലാം നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവേ. ഇതുപോലെ 2 പാത്രം, വെള്ളമൊന്നുമില്ലാത്ത 2 പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 ബ്ലാക്കും വൈറ്റും ചോക്ലേറ്റ് നല്ലോണം ഉരുക്കിയെടുക്കണം. ഞാനിപ്പം വൈറ്റ് ചോക്ലേറ്റ് 75 ഗ്രാം, 2 75 ഗ്രാമാണ് വൈറ്റ്. ഇതിലേക്ക് 2 75 ഗ്രാം ഇടാം. ബ്ലാക്ക് ചോക്ലേറ്റ് 75 ഗ്രാം. നമുക്ക് 2 ഇതെടുത്ത് നമുക്ക് വെള്ളത്തിൻ്റെ മേളിൽ, വെള്ളം തിളച്ച് വരുന്ന വെള്ളത്തിൻ്റെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉരുകി കിട്ടും. ഇതുപോലെ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുന്നതിന് മേളിലോട്ട് ഇങ്ങനെ ചോക്ലേറ്റ് വെക്കണം. ചോക്ലേറ്റ് ഉരുക്കുന്ന പാത്രത്തെ ഒരു ശകലം പോലും വെള്ളം കാണല്ലേ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇത് കണ്ടോ, ആയി കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിൻ്റെ
നല്ലോണം ഒഴുകിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ബ്ലാക്ക് കൂടി ഇതുപോലെ ആക്കാം. ഇപ്പം ചൂട് സമയമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് അരിഞ്ഞ് വെക്കും കേട്ടോ. ചെറിയ ചൂടൊന്ന് തട്ടിയാൽ മതി. ഇതുപോലെ നല്ല വെയിലത്ത് കൊണ്ട് വെച്ചാൽ പോലും നമ്മുടെ ചോക്ലേറ്റ് നല്ല ഇതുപോലെ ബ്ലാക്കുമായിട്ടുണ്ട്. ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കണം. രണ്ടുമായിട്ടുണ്ട്. നമുക്കിനി വൈറ്റിൻ്റെ ആദ്യം നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കാവേ. ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചാൽ മതി. കണ്ടോ? ഇത് നമ്മൾ ഈ പാത്രത്തെ തന്നെ ഇതിങ്ങനെ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റിലേട്ടാണ് ആദ്യം മുക്കുന്നത്. ഇങ്ങനെ ഇതേ ഒരു വശം മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്കാം. അപ്പോൾ ഒത്തിരി മധുരമാവും. നമുക്കത് ഇതുപോലെ ഒരു വശത്തിന് മാത്രം നമുക്ക് മുക്കിയിട്ട് നല്ലോണം ഇതിലേക്ക് കുടഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. ബ്ലാക്കിൻ്റെയും കൂടെ കാണിക്കാവേ നിങ്ങളെ. എന്നിട്ട് ബാക്കി മൊത്തത്തിൽ എടുത്തിട്ട് കണ്ടോ, അതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചോക്ലേറ്റും കൂടെ ഇതിന് വലിയ മധുരമൊന്നും നമുക്ക് തോന്നിക്കത്തില്ല. ചോക്ലേറ്റും കൂടെ കടിച്ച് തിന്നുമ്പോൾ. ഇത് കടയിൽ 45 രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന്. ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 30 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ വലിപ്പവും കാണും ഇതിന് കേട്ടോ. ഇതിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി. വലിപ്പം ഉള്ളത് ഞാൻ 30 രൂപയ്ക്ക് കൊടുക്കും. ഇച്ചിരി വലിപ്പം കുറവാണെങ്കിൽ 25 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് കൊടുക്കുന്നത്. കുറച്ച് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഡിസൈൻ വരണമെങ്കിൽ വൈറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ബ്ലാക്കിൻ്റെ ഇത് ഇച്ചിരി എടുത്ത് നമുക്കൊന്ന് ചുമ്മാ ഒരു ഡിസൈൻ പോലെ നമുക്കിങ്ങനെ ഇച്ചിരി കോരി എടുക്കണം. ഒത്തിരി നിറച്ച് പോരണ്ട. ഇത് ഇങ്ങനെ രണ്ടിങ്ങനെ വര പോലെ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അത് നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ ഡിസൈൻ ഇങ്ങനെ നമുക്ക് ആക്കാം. ബ്ലാക്ക് മുക്കിയതിനകത്തോട്ട് നമുക്കിത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ നമുക്കൊരു സ്റ്റൈല് കിട്ടുന്നത്. നമുക്ക് നല്ല ഇതാ കാണാൻ ഒരു ഭംഗി. ഇതുപോലെ മഞ്ഞ കളർ കൂടെ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു കളർ കൂടെ വെക്കാം. നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഈ കേക്കിനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഉടുപ്പിൻ്റെയൊക്കെ കളറുകൾ പറയുമല്ലോ. ഡോണറ്റിന് ഈ കളർ വേണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കളറുകളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി മഞ്ഞ കളർ എടുത്തതുള്ളത് കൊണ്ടാണ് മഞ്ഞ കളർ ഒഴിച്ചത് കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ ബാക്കിന് മുക്കിയ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ മുക്കിയെടുക്കാം. ഇരിക്കും തോറും ഈ ചോക്ലേറ്റ് കട്ടയാകും കേട്ടോ. പിന്നെ നമുക്ക് ചൂടായിട്ട് വെള്ളം കിടക്കുവാണെങ്കിൽ അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇത് കണ്ടോ കൂട്ടുകാരെ, നല്ലത് സൂപ്പറായിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ ഈസി ആയിട്ട് ചെയ്യുന്ന ഇതാണ്. 2 എണ്ണം ഞാൻ മുക്കാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പഞ്ചസാര പാനിയായിട്ട് ഒരു നൂൽ പരുവാകുന്ന പരുവില്ല അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് ഒന്നും വേണ്ടാത്തവർക്ക് ഇങ്ങനെ മുക്കി നമുക്ക് തിന്നാം. ഇതിപ്പം ചുമ്മാ തിന്നണമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞതുകൊണ്ട്, ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇതിൻ്റെ മേളിലോട്ട് പെട്ടെന്ന് ഇപ്പോൾ നമ്മളിത് കട്ടയാവില്ല. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ഡെക്കറേഷന് വേണ്ടി ഇത് ഇച്ചിരി ഇടാൻ. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഒരു സ്റ്റൈൽ വേണ്ട, അതിന് വേണ്ടി ഞാൻ ഇടുന്ന കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓർക്കും, അയ്യോ ഇതൊക്കെ എങ്ങനെ കിട്ടും, ഇതൊക്കെ പാടല്ലേ എന്ന്. അതൊന്നും വേണ്ട. ഇങ്ങനെ ഡോണറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത ശേഷം ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മുക്കിയിടുക. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പഞ്ചസാര പാനി സിറപ്പാക്കി ഒരു നൂൽ പരുവാക്കി അതിനകത്ത് മുക്കിയാണ് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ? കണ്ടിട്ട് നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പം എന്തേ കണ്ടോ, 20 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പല പ്ലേറ്റിനകത്ത് വെക്കേണ്ട വന്നത്. ഇപ്പം തന്നെ മഞ്ഞ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.